ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഇത്തവണത്തെ ചെമ്പൈ സംഗീതോത്സവത്തിലേക്ക് എങ്ങനെയാണ് അപേക്ഷിക്കുക എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ അധികം വലിച്ചു നീട്ടാണ്ട് കാര്യത്തിലേക്ക് കിടക്കാം. ഗുരുവായൂർ ദേവസ്വം .in എന്നുള്ളൊരു സൈറ്റ് വഴിയാണ് നമുക്ക് അപേക്ഷിക്കാനാവുക. സൈറ്റിൽ കയറിയിട്ട് ലോഗിൻ ഡീറ്റെയിൽസ് നമ്മുടെ ഫോൺ നമ്പർ അടിച്ചു കൊടുക്കുക, ദെൻ ഒരു OTP ലഭിക്കും, അങ്ങനെ ലോഗിൻ ചെയ്യാം. ഇനി അഥവാ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാത്തവരാണെങ്കിൽ ന്യൂ രജിസ്ട്രേഷൻ വഴി നമുക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അങ്ങനെ രജിസ്റ്റർ ചെയ്ത് നമ്മൾ ലോഗിൻ ചെയ്തതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും കാണാൻ സാധിക്കുന്നത്. ചെമ്പൈ സംഗീതോത്സവം എന്നുള്ളൊരു ഓപ്ഷൻ നമുക്ക് അവിടെയുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ചെമ്പൈ സംഗീതോത്സവത്തെ പറ്റിയും അതുപോലെ തന്നെ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരെ പറ്റിയൊക്കെ ഒരു ഇൻട്രോ കൊടുത്തിട്ടുണ്ട്. ദെൻ നമുക്ക് രജിസ്ട്രേഷനിലേക്ക് കിടക്കുമ്പോൾ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, അതുപോലെ തന്നെ പീരീഡ് ഓഫ് ട്രെയിനിങ്, എത്ര നാൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്നുള്ളതും, വോക്കലാണോ ഇൻസ്ട്രുമെൻ്റ് ആണോ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്, അതുപോലെ തന്നെ ഐ ഡി പ്രൂഫ് ഏതാണ്, ആധാർ കാർഡാണോ ഡ്രൈവിംഗ് ലൈസൻസ് ആണോ, ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ദെൻ മൊബൈൽ നമ്പറും ഇമെയിൽ ID കൊടുക്കുക. പിന്നെ സർട്ടിഫിക്കറ്റ് നെയിം, ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എന്തെങ്കിലും ബിരുദമോ അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഗുരുവിൻ്റെ സർട്ടിഫിക്കറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ചൂസ് ചെയ്യാം. ദെൻ ID പ്രൂഫ് നമ്പർ, ആധാർ കാർഡാണെങ്കിൽ ആധാർ കാർഡ് നമ്പർ കൊടുക്കാം. പിന്നെ ഒരു ഓൾട്ടർനേറ്റീവ് മൊബൈൽ നമ്പറും കൂടി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ പേജ് ഏകദേശം കംപ്ലീറ്റ് ആവും. ചെമ്പൈ സംഗീതോത്സവത്തിന് ഇതിനു മുന്നേ പാടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു ഓപ്ഷനുണ്ട്. യെസ് ഓർ നോ കൊടുക്കുക. പാടിയിട്ടുണ്ടെങ്കിൽ യെസ് കൊടുക്കുക. ഒരു 5 വർഷത്തിന് ഉള്ളിലാണോ നിങ്ങൾ പാടിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു 5 to 10 ഇയേഴ്സിനിടയ്ക്കാണോ, അങ്ങനെ ഒരു ചൂസ് ചെയ്യാനായിട്ടൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം വരുന്നത് അഡ്രസ് ഡീറ്റെയിൽസ് ആണ്. കൺട്രി, സ്റ്റേറ്റ്, അതുപോലെ തന്നെ ഡിസ്ട്രിക്റ്റ്, സിറ്റി ഓർ വില്ലേജ് ഏതാണ്, പിന്നെ നമ്മുടെ അഡ്രസ്സ്, പിൻകോഡ്, ഇത്രയും കാര്യങ്ങൾ നമുക്കവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് വരുന്നത് ഒരു പുതിയ ഓപ്ഷനാണ് പെർഫോമൻസ് വീഡിയോ ലിങ്ക്. നിങ്ങളുടെ ഏതെങ്കിലും പെർഫോമൻസ് യൂട്യൂബിലോ ഇൻസ്റ്റഗ്രാമിലോ എന്തെങ്കിലും സോഷ്യൽ മീഡിയാസിലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ലിങ്ക് കൂടി നമുക്കിവിടെ കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ നമുക്കവിടെ കാണാൻ സാധിക്കും ഒരു 10 കൃതികൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ളൊരു ഓപ്ഷനാണ്. അപ്പം നമുക്ക് നല്ലവണ്ണം അറിയാവുന്ന 10 കൃതികൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. കൃതികളുടെ പേര് എഴുതുന്നതോടൊപ്പം അതിൻ്റെ രാഗവും താളവും കൂടി രേഖപ്പെടുത്തേണ്ടതുണ്ട്. 10 കൃതികളുടെയും വിവരങ്ങൾ നമ്മൾ കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും അതുപോലെ തന്നെ നമ്മുടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത 10 കൃതികളും അവിടെ കാണാൻ സാധിക്കും. എഗ്രി എന്നുള്ള കോളം ടിക്ക് ചെയ്തതിന് ശേഷം സബ്മിറ്റ് കൊടുക്കുമ്പോൾ നമ്മുടെ രജിസ്ട്രേഷൻ സക്സസ്ഫുള്ളി സബ്മിറ്റായി എന്നുള്ളൊരു മെസ്സേജ് നമുക്ക് കിട്ടും. അത് ഓക്കെ കൊടുക്കുമ്പോൾ നമുക്കവിടെ നമ്മുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് കാണാൻ സാധിക്കും. അപ്പോൾ സംഗീതോത്സവത്തിൽ പാടാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്